ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള റിപ്ലൈയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പ്ലാന്റ്സൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതും അതുപോലെ എന്താ പറയുക കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇന്നൊരു കുറച്ച് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് വെയിലുള്ള ആ ഒരു ടൈമൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ അകത്ത് വെക്കുന്ന കുറേ പ്ലാന്റ്സൊക്കെ മണി പ്ലാന്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പോട്ടിലൊക്കെ മാറ്റി പോട്ടിലേക്ക് വേറെ മണ്ണൊക്കെ നിറക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞൊരു ദിവസം നല്ല മഴ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ പുറകു വശത്തായിട്ട് ചുമരിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ അങ്ങനെ ഉതിർന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കറുത്ത മണ്ണാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഈ പോട്ടിലേക്ക് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം. അപ്പോൾ ഇതൊക്കെ അകത്ത് വെക്കുന്ന പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊഴിച്ച അടിഭാഗമൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെടിയും പോട്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മിക്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം ഞാൻ ആദ്യം തന്നെ ഞാൻ നനച്ച് കൊടുക്കുന്നുണ്ട് മണ്ണിലേക്ക്. പിന്നെ ചെടികൾക്കൊക്കെ എന്താ ഇടാന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതും ഇതിൽ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പോട്ട് മിക്സ് വെച്ചിട്ട് ഫുള്ള് ഫില്ലാക്കാറുണ്ട്. പക്ഷേ ഇന്ന് പോട്ട് മിക്സ് ഇടുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ച് ഓർഗാനിക് വെള്ളം വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മണ്ണാണ് ഞാൻ അതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുള്ളത്. നേരത്തെ നമ്മൾ അകത്ത് വെക്കുന്ന ചെടിയിൽ മണ്ണുണ്ടായത് അതിലേക്ക് മിക്സാക്കി വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ പോട്ടിംഗ് മിക്സ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഓർഗാനിക്കിൻ്റെയാണ് വളം തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുള്ളത്. ആദ്യം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു എന്താ പറയുക വട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെ വട്ടി എന്നാണ് പറയുന്നുള്ളത്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഈ വട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മണ്ണ് തരിയായിട്ടുള്ള മണ്ണ് കല്ലൊന്നും ഇല്ലാതെ ആ ഒരു മണ്ണ് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക വളവും മണ്ണും മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് അതിലേക്ക് മിക്സാക്കി പോട്ടിലേക്ക് ആക്കലാണ്. അപ്പോൾ വളവും മണ്ണൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പോട്ടിലെ ചെടി ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോട്ടിൽ മണ്ണ് കുറവാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ചകിരിപ്പൊടിയും എല്ലാം മിക്സായിട്ടുള്ള ഒരു മിക്സാണ് ഈ പോട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചകിരിപ്പൊടി ഇല്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഈ മണ്ണിലേക്ക് മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ട് അങ്ങനെ നിറക്കലാണ് കേട്ടോ പോട്ടിലേക്ക്. പോട്ടിൽ നിന്നും ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പോരില്ല, അതിൽ നിന്നും തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ നിന്നും മണ്ണെടുത്ത് രണ്ടും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ചെടി ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മണ്ണൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ സെറ്റാക്കി എടുക്കുക. പിന്നെ ഈ അകത്ത് വെക്കുന്ന ചെടികളിലെ അതിലെ പോട്ടിലെ മണ്ണ് ഞാൻ 1 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഇത് ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ അതിൽ മണ്ണുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അതൊന്ന് എടുത്ത് വീണ്ടും അതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. 1 വർഷമൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ അതിൽ ഇരിപ്പുണ്ടാണ്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മണ്ണ് താഴ്ന്നുകൊണ്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്ത് വെക്കുന്ന ചെടികൾക്ക് വെയിൽ കൊള്ളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10 ദിവസം കൂടുമ്പം ഞാൻ ഒരിക്കൽ ചെറിയൊരു വെയിൽ കാട്ടും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അകത്ത് തന്നെ വെക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ എല്ലാ ടൈമിലും ഇങ്ങനെ വെയിലത്ത് തന്നെ വെച്ചാൽ അത് പുറത്ത് വെച്ചിട്ട് അത് നല്ല ക്ഷീണം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇലകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്.
പിന്നെ മണി പ്ലാന്റ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 നേരം എപ്പോഴും വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ വെയിലുള്ള ടൈമിലൊക്കെ 2 നേരം എപ്പോഴും ഒഴിക്കണം. പിന്നെ അകത്ത് വെച്ചാൽ പിന്നെ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പം അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണേ. പിന്നെന്താ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ മണി പ്ലാന്റ് എങ്ങനെ നിങ്ങളെ വീട്ടിൽ അകത്ത് നല്ല പോലെ നല്ല എന്താ പറയുക നല്ല പച്ചപ്പിൽ തന്നെ കാണണമല്ലോ എന്നൊക്കെ കുറേ ആളുടെ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിയാമെന്നേ, ഇടയ്ക്ക് ഞാൻ വെയിൽ കാട്ടാറുണ്ട്. ഇടയ്ക്ക് പറഞ്ഞാൽ ഒരു 10 ദിവസം കൂടുമ്പം അങ്ങനെ വെയിൽ കാട്ടാറുണ്ട് കേട്ടോ. അല്ലാതെ എപ്പോഴും വെയിൽ കാട്ടിയിട്ട് അങ്ങനെ വെക്കാറില്ല. പിന്നെ വെള്ളം ഒരു 4 ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ നമ്മളെപ്പോഴും എന്താ പറയുക അകത്ത് വെക്കുന്ന ചെടിക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 4 ദിവസം കൂടുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സ്പ്രേ ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കുന്ന പോട്ടാണ് കേട്ടോ, അടിയിൽ വെക്കുന്ന പോട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് അതിനടിയിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇതിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ, ഒന്നിലേക്ക് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണൊക്കെ അതെങ്ങനെയാകുമ്പോൾ കുറേ കഴിയുമ്പം മണ്ണൊക്കെ ഇതുപോലെ എന്താ പറയുക അടിയിലായിട്ട് വരും, വെള്ളത്തിനടിയിലായിട്ട്. അങ്ങനെയാണ് മണ്ണ് എന്താ പറയുക ഈ ചട്ടിയിലെ മണ്ണൊക്കെ കുറഞ്ഞുകൊണ്ട് പോകുന്നുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ പോട്ട് എന്ന് വെച്ചാൽ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകും കേട്ടോ. എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഉണ്ടെങ്കിൽ അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകും എടുത്ത് മാറ്റിയിട്ട്. അതല്ലാതെ ചെടിയുടെ മണ്ണൊക്കെ കുറേ കഴിയുമ്പോഴാണ് കേട്ടോ മാറ്റാറ്. അപ്പോൾ അതാ ഇതുപോലെ മൊത്തത്തിൽ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണും വെള്ളമാണ്. അപ്പോൾ ഇതൊന്ന് കളഞ്ഞിട്ട് ബാക്കി പോട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിക്കലാണ്. അപ്പോൾ കുറേ പേര് ഈ ചെടി ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കട്ടാക്കലുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു 6 മാസം കൂടുമ്പം കട്ട് ചെയ്യും, അല്ലാതെ ഇങ്ങനെ നല്ല പോലെ വളർന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ കുറേ പേര് ഞാൻ ഇട്ട വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് അറിയുന്നുണ്ടായിരുന്നു. അതിന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അപ്പോൾ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും.